നമ്മുടെ ശ്യാമയുടെ കോളേജിലെ. നിങ്ങളുടെ ഹോട്ടലിൽ നല്ല എന്നും എനിക്ക് ഭക്ഷണം. അതെ, ഒരു മിനിറ്റ്. ഹോട്ടലിൽ വന്ന് ഒന്നും സംസാരിക്കാനുള്ള അവസരമില്ല. ഇത് വഴി വെച്ച് ഒന്നും സംസാരിക്കാൻ പറ്റൂലേ? അതെ, കുട്ടി ഊമയെന്നല്ലെന്ന് എനിക്കറിയാം. ആരാ കുട്ടി പേടിക്കുന്നേ? ആ ഇളയ കുട്ടി ശാലിനിയാണോ? അതെ, പ്ലീസ് കുട്ടി പേടിക്കണ്ട. എനിക്ക് വേറൊന്നും വേണ്ട. നേരിട്ടൊരു കാര്യം പറയണം, അത്രേ ഉള്ളൂ. എനിക്ക് കുട്ടി ഇഷ്ടമാണ്. എന്ന് വെച്ചാ കുട്ടിയുടെ ക്യാരക്ടർ. വിശന്ന് വലഞ്ഞൊന്നും എനിക്ക് ഒരു പരിചയം ഇല്ലഞ്ഞിട്ടും കുട്ടി സ്വന്തം ആഹാരം എടുത്ത് തന്നില്ലേ, പണവും വാങ്ങിയില്ല. പിന്നെ ആ കർച്ചീഫ് അമ്പലത്തിൽ നിന്ന് ഫോളോ ചെയ്ത് വന്ന ഞാൻ ഒരു അപകടത്തിലാവുന്നെന്ന് തോന്നിയപ്പോ കുട്ടി പറഞ്ഞില്ലേ അത് സ്വന്തം കർച്ചീഫാണെന്ന്. ആ നല്ല മനസ്സ്. പിന്നെ അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് ഓർക്കുന്നില്ലേ, കള്ളനാണെന്ന് കരുതി അടിക്കാനൊക്കെ തുടങ്ങിയത്. വാസ്തവത്തിൽ അന്ന് ഞാൻ വന്നത് എന്ത് പറ്റി മോളെ? ചെരുപ്പ് പൊട്ടി ശങ്കരേട്ടാ. ആണോ? നോക്കട്ടെ. സാരമില്ല, ഇത് നന്നാക്കാവുന്നതേ ഉള്ളൂ. കൊറേ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ദേ, എന്നും താടിയൊക്കെ ക്രോപ്പ് ചെയ്ത് സുന്ദരനായിട്ടിരിക്കണം. അടുത്ത തവണ ഞാൻ ഡൈ അടിക്കാനോ പ്ലാൻ. ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ പാമേ, പിന്നെന്തിനാ? അതിനെന്താ, പുറത്തു പോയാലും ഇല്ലെങ്കിലും കാണുന്നവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവണ്ടേ? അതിനുള്ള പരിഷ്കാരമൊക്കെ നമുക്കാവാം. ചായ. ചായ. പിള്ളച്ചേട്ടാ, ബാഹുലയന് കൊടുത്ത പണത്തിന്റെ കാര്യം എന്തായി? പലിശയില്ല, ഇപ്പൊ മുതലും ഇല്ലെന്നായല്ലോ. അടുത്ത ആഴ്ച അയാളുടെ മകളുടെ കല്യാണമോ സത്യമ്മേ? ഞാൻ കണ്ടിരുന്നു. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാ. എന്നാ കുറച്ച് സാവകാശം കൊടുക്കല്ലേ? കല്യാണം എന്നൊക്കെ പറയുമ്പോ നല്ല ചെലവുള്ളതാ. അയാളുടെ മോളെ എനിക്കറിയാം, അവള് നഴ്സിംഗ് പാസ്സായതാ. നേരെ ഇരിക്കെ. എന്തിനാ ചിരിക്കുന്നേ? ഇത്രേ ഉള്ളൂ സത്യഭാമ. എല്ലാരും പറയും കരിങ്കല്ലാണ് കാര്യം കാണുന്നത്. ആരുടെയെങ്കിലും സങ്കടം കേട്ടാ അത് മതി, ആള് വെണ്ണ പോലെ ഉരുകിപ്പോവും. കഷ്ടവാദിന്റെ കാര്യം. നോക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ്. വാ ഇരിക്കും മോളെ, ഇരിക്കും. ഇതിപ്പോ പതിവായല്ലോ. ജയ, ചായ എടുത്തേ. ശരി മാഡം.
അല്ല ആന്റിയാണോ അങ്കിളിന് താടി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ആ എനിക്കിഷ്ടം ഇദ്ദേഹത്തെ ഒരുക്കിയെടുക്കാൻ. അത് തന്നെ ഏറ്റവും നല്ലത്. അതെന്താ ആ പണി അമ്മയ്ക്ക് അറിയൂന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് കൂടിയില്ല. കണ്ടോ ആന്റി, ഈ വിഷ്ണുവേട്ടനെ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കാത്തതേ പറയൂ. അവന്റെ സ്വഭാവം അങ്ങനെയാ മോളെ, നിനക്കറിയില്ലേ ഇതുവരെ? ഇറ്റ്സ് ഓക്കെ, തൽക്കാലം പോട്ടേന്ന് വെക്കാം. അല്ല കോട്ടയെന്ന് വെക്കണ്ടെങ്കിലോ? അല്ല എന്തിനാണോ ഇപ്പൊ ഈ വരവ്? ആ അതുകൊള്ള, എനിക്കിങ്ങോട്ട് വന്നൂടെ ആന്റി? വരാലോ, ഏത് നേരത്തും ഇവിടെ കേറി വരാൻ മോളെക്കാളും അവകാശം ആർക്കാ ഉള്ളത്? കണ്ടില്ലേ, ഈ വീടിനും കോമ്പൗണ്ടിനും പിന്നെ ഇവിടുത്തെ കൺകണ്ട സ്വത്തായ സാക്ഷാൽ വിഷ്ണു ഭഗവാനും മേലുള്ള സകല അവകാശ അധികാരങ്ങളും ശ്രീമതി സത്യഭാമ സുസ്മിതയ്ക്ക് പതിച്ചു നൽകിയിരിക്കുന്നു. ഇനി തടസ്സവാദങ്ങളൊന്നും ഇല്ലല്ലോ തമ്പുരാന്? ഞാൻ ഇവിടെ ശരിയാവില്ല. ഇരിക്കുന്നേ, ഒരു കാര്യം പറയട്ടെ ഞാൻ. ആക്ച്വലി ആന്റി, ഞാൻ വന്നത് നിങ്ങളെ എല്ലാരെയും ലഞ്ചിന് വീട്ടിലേക്ക് ക്ഷണിക്കാനാ. ഓ, ഇന്നോ? ആ അയ്യോ, ഇന്ന് എനിക്ക് മിനിസ്റ്ററുമായിട്ടൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. ആ മദ്യ കമ്പനിക്കാരിവിടെ ബോട്ടിൽഡ് വാട്ടർ പ്ലാന്റ് തുടങ്ങണമെന്നും പറഞ്ഞ് മന്ത്രിയുടെ പുറകെ നടക്കുക. അതീ നാട്ടിൽ വരാൻ പാടില്ല. മിനിസ്റ്റർ നേരിട്ട് കണ്ടാലേ എനിക്കിത് തടയാൻ പറ്റൂ. എപ്പോഴാ ആന്റി അപ്പോയിന്റ്മെന്റ്? സമയം അറിയിക്കും. ടിവിയിലെത്തുമ്പോ വിളിക്കാമെന്നാ PA പറഞ്ഞത്. മന്ത്രിയുടെ കാര്യല്ലേ ആന്റി? കേരളയില് ബഡ്ജറ്റ്, കൊറോണ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെയും കിടക്കുന്നു. വിളിക്കുമ്പോ വിളിക്കട്ടെ. എന്റെ വീട്ടിനടുത്തല്ലേ TV? വിളിക്കുമ്പോ ആന്റിക്ക് അവിടുന്ന് പോവാലോ. അത് ശരിയാ. ഡാ വിഷ്ണു, നീ എന്തു പറയുന്നു? എനിക്കിന്ന് 100 കൂട്ടം ജോലിയുള്ളതാ, എനിക്ക് പറ്റില്ല. അയ്യോ തിരക്ക. അല്ല ഡാ, പറ്റണം. 1000 കൂട്ടം ജോലി ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സമയം മാറ്റിവെക്കാൻ പാടില്ല നമ്മൾ. മോളെ, ഇവനെ പൂട്ടാൻ നിന്നെ കൊണ്ടേ പറ്റൂ. പൂട്ടിക്കളയാം. ആ പിന്നെ, മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വിഷ്ണുവേട്ടന് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇന്നത്തെ എന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് നോക്ക്. പ്ലീസ് കം. എന്താ നോക്കുന്നേ? അല്ല, വീടിനകത്ത് കാക്ക വല്ലതും മലർന്നു ഓർക്കുണ്ടോ നോക്കായിരുന്നു. ഓ, ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല വിഷ്ണുവേട്ടാ. ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞ് എന്റെ വീടിന്റെ ബാൽക്കണിയിൽ കയറി നിന്ന് നോക്ക്. അവിടെ ആകാശം കുറച്ചുകൂടെ വലുതായിട്ട് കാണാം. കാക്ക മലർന്നു പറക്കുന്നതും കാണാം. ഉറപ്പാ. ഉള്ളി അരിയുമ്പോ കണ്ണീര് വരുന്നത് ചുമ്മാതല്ല. അടുക്കളയിൽ കിടന്ന് അടിമപ്പണി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഉള്ളി എന്നുള്ള കണ്ണീരായത്. ഉള്ളിക്കണ്ണീര്. നളിനി, സുഖമല്ലേ നിനക്ക്? സുഖമാണ് സാറേ. സാറെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നീയാണോ ഇവിടുത്തെ സർവന്റ്, ഞാനാണോ എന്നറിയാൻ വയ്യാത്തോണ്ട് ചോദിച്ചതാ. അത് സാറേ, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടാ മാഡം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നെ. കിച്ചൺ പണിയിലൊന്നും ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. മാഡത്തിന് ഒരിക്കലാണ് എന്റെ മെയിൻ ജോബ് തന്നെ. അളിയാ, ഗോപേട്ടാ, അളിയോ. സാമ്പാറ്, അവിയല്, കൂട്ടുകറി,
പച്ചടി കിച്ചടി എല്ലാത്തിനും ഉള്ളത് അരിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ വെക്ക് ഗോപേട്ട. ഇന്ന് നമ്മുടെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ? ശാരദയുടെ കടയും വീടും ഒക്കെ ഒഴിപ്പിക്കാൻ ഇവൻ എന്തോ ഐഡിയ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് അത് പറയാനാ ഞങ്ങള് വന്നത്. എന്ത് ഐഡിയ? അത് ഇതുവരെ അവൻ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കങ്ങോട്ട്. നിക്കൊരു മിനിറ്റ്. നളിനി, എന്റെ സാരികളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊണ്ടുകൊടുത്തോ? കുറച്ച് സിൽവർ ഓർണമെന്റ്സ് ഓൺലൈൻ വാങ്ങാൻ ഏൽപ്പിച്ചത് എന്തായി? എല്ലാം റെഡിയാക്കാം മാഡം. എന്റെ നെറ്റ്വർക്ക് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, പാലസിൽ നിന്ന് തമ്പുരാട്ടിയെ വിളിക്കുന്നു. എന്നോട് ചില ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചോദിച്ചിരുന്നു. ഹലോ മാഡം. പറയൂ മാഡം. ചേച്ചി എന്നൊന്നാ ചേച്ചി ഇത് ഇവിടുത്തെ സർവന്റോ അതോ ബ്യൂട്ടീഷ്യൻ ടീച്ചറോ? അതെന്റെ പേഴ്സണൽ സ്റ്റാഫാ. നിങ്ങൾ ഇടപെടണ്ട. നീ വന്ന കാര്യം പറയാൻ നോക്ക്. ഓ ആയിക്കോട്ടെ. എന്താ ഇത്? പണം 10 ലക്ഷം ഉണ്ട്. ഇതെവിടുന്ന്? അളിയൻ ശാരദാമ്മയായിട്ട് പിണങ്ങി പോരുമ്പോ അവരുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല അളിയന്റെ കയ്യില്. അത് ഇവിടുത്തെ അലമാരയില് ചുമ്മാതിരുന്ന് ബോറടിച്ചിരിക്കായിരുന്നു. അപ്പൊ ഞാൻ കരുതി വെറുതെ യുദ്ധത്തിൽ അങ്ങനെ പല തന്ത്രങ്ങളും ഉണ്ടാവും. ചിലപ്പോ നമ്മളൊന്ന് പിന്നോട്ട് മാറി കൊടുക്കേണ്ടി വരും. അത് കീഴടങ്ങാനല്ല, കീഴടക്കാനാണ്. യുദ്ധം അത് കള. നീ പറയുന്നത് വെച്ച് ആ കട ഒഴിപ്പിക്കാൻ പറ്റുമോ? അത് വേണം പറയാൻ. പറ്റും. കട ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ തലവെട്ടം കാണില്ല. ചേച്ചിയും ആളിയനും കുറച്ച് ബുദ്ധിപൂർവ്വം ഇടപെടണമെന്ന് മാത്രം. എന്ന് വെച്ചാ എങ്ങനെ ഇടപെടണോന്ന് മനസ്സിലായില്ല. പറയാം. ഇത് കൊള്ളാം അല്ലേ ഗോപേട്ട? കൊഴപ്പില്ല. എന്നല്ല, ഉഗ്രൻ ഐഡിയ. ഈ രാജേശ്വരുടെ അനിയനല്ലേ ഈ ബാലേന്ദ്രൻ. ചേച്ചിയെ ഒരിടത്ത് തല താഴ്ത്തായി ഞാൻ അനുവദിക്കൂ? ഇല്ല. ഇനി ചേച്ചി പറ, ഈ ഐഡിയ പ്രാക്ടിക്കലാക്കാൻ എപ്പോഴാ നിങ്ങൾ അവരെ കാണാൻ പോകുന്നത്? ഇതുവരെ വന്നില്ലല്ലോ. ഇതെന്താ ഇത്ര താമസിക്കുന്നേ? അതെ,
മോൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ? വിഷ്ണുവും കൂട്ടരും ഇങ്ങനെ എത്തിക്കോളും. അവര് ഇറങ്ങാൻ റെഡിയാവുന്ന അല്പം മുമ്പ് എന്നോട് ഫോണിൽ പറഞ്ഞത്. അവരെ അല്ലമ്മേ ഞാൻ നോക്കി നിൽക്കുന്നേ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കാന്ന്. ഏത് ഡിഷ് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാലോ. കഴിക്കാനായിട്ട് ആകെ 5 or 6 പേരേ ഉണ്ടാവുള്ളൂ. അതിപ്പോ നമ്മൾ എന്തുണ്ടാക്കിയാലും വിഷ്ണുവേട്ടൻ പിടിക്കില്ലല്ലോ അമ്മേ. ആ ശാരദാമ്മയുടെ കുടുംബശ്രീയിലെ ഭക്ഷണം ആ പത്യം എന്നോട് നേരിട്ട് പറഞ്ഞതാ ആള്. എന്റെ ദൈവമേ, ഫുഡ് നീ ഉണ്ടാക്കുന്നു പറഞ്ഞല്ലേ അവരെ ഇങ്ങോട്ട് കഴിക്കാൻ വിളിക്കുന്നത്. എന്നിട്ട് കാറ്ററിംഗ് അവരോടൊക്കെ വാങ്ങാന്ന് പറഞ്ഞ അതൊക്കെ ഈ സുസ്മിതയുടെ ഒരു നമ്പർ അല്ലേ? ഇതെന്താ ഒരു ബോധം ഇല്ലാത്ത പോലെ. അതെ, അവിടെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലെന്ന് വിഷ്ണുവേട്ടൻ തന്നെ പറഞ്ഞതാ. അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്കും തോന്നി. അങ്ങനെയാ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുത്തണമെന്ന് എനിക്കൊരു വാശി തോന്നിയത്. ആ വാശി നടപ്പിലാക്കാൻ നിന്നെ കൊണ്ട് ഈ ജന്മം പറ്റുമോടി? പാചകം എന്ന് പറയുന്നതേ ഒരു കലയാ. അത് പഠിച്ചെടുക്കാനേ നല്ല ക്ഷമയും സഹനശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വേണം. കൈപുണ്യം എന്ന് പറയുന്നതേ ഇതൊക്കെ ചേരുമ്പോഴുള്ള ഒരു അനുഗ്രഹം ആയിരിക്കും. ഏതായാലും ആ പണി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്നത് എനിക്ക് തന്നെയാ. പിന്നെ എന്ത് മാജിക്കാ നീ കാണിക്കാൻ പോന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാജിക് അല്ലമ്മേ, ഒരു ഉടായിപ്പ്. ഒന്നാം തരം ഒരു നമ്പർ. വിഷ്ണുവേട്ടനുമായി ഒരു ലഞ്ച് ചാലഞ്ച് വെച്ചിരിക്കാ ഞാൻ. ഇന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കും. അത് വിഷ്ണുവേട്ടൻ ഉറപ്പായും ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ ഇന്നത്തെ ഫുഡ് നീ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അത് വിഷ്ണുവേട്ടനെ എങ്ങനെ അറിയാനാ എന്റെ അമ്മേ? വിഷ്ണുവേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം നമ്മൾ വരുത്തി കൊടുക്കുന്നു. ഒപ്പം അത് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയുന്നു. നമുക്കൊരു 1000-ഓ 2000-ഓ പോയാലെന്താ? അധ്വാനം ശാരദാമ്മയ്ക്കും ക്രെഡിറ്റ് സുസ്മിതയ്ക്കും കിട്ടിയല്ലേ? ഈശ്വര, അത് ശരിയാണല്ലോ. കൊള്ളാം, നീ സരളയുടെ മോള് തന്നെയാ നീ എന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക്സ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വിഷ്ണുവേട്ടനും കൂട്ടരും വന്നു കഴിഞ്ഞിട്ടാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുന്നെങ്കിൽ സംഗതി ചീറ്റിപ്പോ. എന്നാ പിന്നെ ചമ്മി പോന്ന് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹോട്ടലുകാരെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? എവിടെ എത്തിയെന്നറിയാമായിരുന്നല്ലോ. അഡ്രസ് അറിയാൻ അവര് കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഇപ്പൊ ഞാൻ കുറെ തവണ അങ്ങോട്ട് വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. അത്ര പ്രൊഫഷണൽ സ്ഥാപനമൊന്നും അല്ലത്. വലിയൊരു തട്ടുകടയേക്കാൾ ഒരല്പം കൂടി വലിപ്പമുള്ള ഒരു ഒടങ്കലി ഹോട്ടല്. ഒരു ശാരദാമയും കുടുംബശ്രീയും. നാട്ടുകാരിങ്ങനെ കൊട്ടി ആഘോഷിച്ച് തോളിലേറ്റാൻ എന്താണോ എന്തോ. ശാന്തേ, ഇതൊന്ന് തുടച്ചു വെക്കേ. അത് പോയി.
ഓർഡർ ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നതല്ലേ ഫുഡ് എത്രയും പെട്ടെന്ന് വേണമെന്ന്. അയ്യോ അത് എല്ലാം പാകാവണ്ടേ മോളെ. അയ്യോ സോറി മാഡം. എന്തായാലും മാഡത്തിനുള്ള ഫുഡ് തന്നെ ആദ്യം പാഴ്സൽ ചെയ്തു. ഇപ്പൊ ഇവിടെ തിരിക്കും. ഇതാ നിങ്ങൾ ലോക്കൽ ഷോപ്സിന്റെ ഒരു കുഴപ്പം. നെറ്റിൽ ഏതെങ്കിലും ഫുഡ് ഡെലിവറി കമ്പനിയുമായി ലിങ്ക് ചെയ്ത ഹോട്ടലാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സമയവും അതെപ്പോ ഇവിടെ എത്തുന്ന വരെ മൊബൈലിൽ അറിയാം. ഡെലിവറി ഏജന്റിന്റെ റൂട്ട് മാപ്പ് വരെ നമുക്ക് കാണാം. സോറി മാഡം. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഫുഡ് ഇവിടെ എത്തിയിരിക്കണം എത്രയും പെട്ടെന്ന്. മുൻകൂറായി പേ ചെയ്യാമെന്ന് പറഞ്ഞതാ ഞാൻ. വേണമെങ്കിൽ ഡബിൾ ചാർജ് ഇട്ടോ, ബട്ട് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ.